എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജാണ് വാഹനം ഓടിച്ചത്. ഇയാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. മോർണിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്, അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ 8 ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സിറിയക്കൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 5 ദിവസമായിട്ടും ഇയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജാസ്ലിയുടെ സഹപാഠികളും അധ്യാപകരും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി. 2 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കത് അറിയണം. അവളെ ജീവൻ എന്താ വിലയില്ലേ, നമുക്കത് അറിയണം. പ്രതിയെ പിടികൂടണം. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. ആക്സിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസം എന്നിട്ട് അവർ പിടിച്ചിട്ടില്ല. അറിഞ്ഞു എല്ലാ ചാറ്റും ഇങ്ങനെയൊക്കെ കിട്ടി. പക്ഷെ ഇവർക്കൊരു ഇത് ഉത്തരവാദിത്വം ഇല്ല ഇതിനെക്കുറിച്ച്. അവൾ പാവപ്പെട്ട വീട്ടിൽ കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അവളാ ഇതാക്കുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇവരുടെ പ്രതിയുടെ ഫോട്ടോയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ഇതായത് കൃത്യമായിട്ട് ആരാണ് വണ്ടി ഓടിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഇവർക്കും ഇവർ പറഞ്ഞതനുസരിച്ച് ശാസ്ത്രീയ അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് പോയൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 100% എന്തായാലും ഇവർ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയുടെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജാസ്ലിയയുടെ അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, AIYF സംഘടനകൾ പ്രതിഷേധിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ദേശീയപാതയിൽ അങ്കമാലി ടെക് ജംഗ്ഷന് സമീപം അപകടമുണ്ടായത്. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട്. ആൻമരിയ സണ്ണി, ഒപ്പം തന്നെ ടോബി ജോൺസൺ. ആൻമരിയ സണ്ണിയിലേക്കാണ്. ആൻമരിയ, 3 മണിക്ക് സംസ്കാരം എന്നുള്ളതായിരുന്നു. അത് എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? മറ്റൊന്ന്, രാവിലെ വലിയ പ്രതിഷേധത്തിന്റെ വാർത്തകൾ നമ്മൾ തത്സമയം നൽകിയതാണ്. ഇപ്പോൾ അതും കഴിഞ്ഞ് മണിക്കൂറുകൾ ഇത്ര പിന്നിടുമ്പോഴും ഈ പ്രതിയെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണോ പോലീസ് പറയുന്നത്? അനുജ, സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം എടവനക്കാടുള്ള വീട്ടിൽ ആരംഭിക്കും. കുഴിപ്പള്ളി പള്ളിയിലാണ് സംസ്കാരം നടക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കുമെന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ പഠിച്ച കോളേജിലെ സഹപാഠികളുടെയും അധ്യാപകരുടെയും ജാസ്ലിയുടെ നാട്ടിലുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും അടക്കമുള്ള ആളുകളുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് അങ്കമാലി പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം ഒടുവിലാണ് അതിവേഗത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുവെന്ന് പോലീസ് തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് അവർ ഈ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ടുണ്ടായിരുന്ന പ്രതിയായിട്ടുള്ള സിറിയക് പി ജോർജിന്റെ ഫോട്ടോയടക്കം പോലീസ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലവിൽ കേസെടുത്തിരിക്കുന്നതെന്നും അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുമായിരുന്നു പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മണിക്കൂറുകൾ ഇത്രയുമായി. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. രാവിലെ 10:30 ഹാജരാകണമെന്നുള്ള നോട്ടീസ് നൽകിയെന്ന് ആദ്യം പറയുന്നു. ആ സമയത്ത് പ്രതി ഇവിടെ ഹാജരായിട്ടില്ല. ഇതിനെ തുടർന്നാണ് പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നു, വ്യാപകമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നത്. ഈ ഫോട്ടോയുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്, വാഹന രജിസ്ട്രേഷൻ നമ്പർ, ആരുടെ പേരിലാണ് ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, മുഴുവൻ വിശദാംശങ്ങളും മുഴുവൻ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് എന്നൊരു ചോദ്യം അത് ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഈ സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷവും പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് വലിയൊരു പ്രതിഷേധവുമായിട്ട്, അത് ഈ കഴിഞ്ഞ രാവിലെ നമ്മൾ കണ്ട പ്രതിഷേധത്തിലേക്കായിരിക്കില്ല, അതിനപ്പുറം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ, അതായത് സഹപാഠികൾ
നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സഹപാഠികളെ ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പിടികൂടുക എന്നതായിരുന്നു പോലീസിന്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതിനാണ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതി കോടതിയിൽ നേരിട്ട് ഹാജരാകും എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടില്ല. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് പ്രതി ഉള്ളത് എന്നും പറയുന്നു. പക്ഷേ അനുജ, ഇതുവരെയും ഈ സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടും ഇതുവരെയും സിറിയക് പി ജോർജ് എന്ന് പറയുന്ന ഈ ജാസ്ലിയെ വാഹനം ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയെ, ആ പ്രതിയെ ഇതുവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനോ പോലീസിനെ പിടികൂടാൻ വേണ്ടിയിട്ടോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് പോലീസ് ഔദ്യോഗികമായിട്ട് നമ്മളോട് പറയുന്നതും. ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വൈകൽ, അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരിക തന്നെ. അതിനിടെയാണ് ഇപ്പോൾ ലാൻമരിയ ഒരു വാർത്ത കോട്ടയത്ത് നിന്ന് വരുന്നത്. അങ്കമാലി പോലീസ് കോട്ടയത്ത് എത്തിയിരിക്കുന്നു എന്ന വാർത്ത. ഡോക്ടർ സിറിയക്കിനെ അന്വേഷിച്ച് അതിരമ്പുഴയിലെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ടോബി ജോൺസൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. ടോബി, പോലീസിന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തേണ്ടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അവിടെ ആരെങ്കിലും ഉണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, തീർച്ചയായിട്ടും ഈ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചെങ്കിലും ഈ ഡോക്ടർ സിറിയക്ക് എവിടെയാണെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. എന്തായാലും നാട്ടിലില്ല, അത് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്കമാലി പോലീസ് നേരിട്ട് ഇവിടേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും പോലീസ് സംഘം ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. അവർ അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയാണ് സിറിയക്ക് ഉള്ളത് എന്ന് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവം നടന്നതിന് ശേഷം പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. ടവർ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിലുള്ള സ്ഥലത്തുള്ള സമീപത്തുള്ള ആളുകളോടൊക്കെ വിവരം ചോദിച്ചറിയുകയാണ്. ഈ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഇതിന് ശേഷം വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം, പരിശോധന നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയത്. അങ്കമാലിയിൽ നിന്നുള്ള എസ്എച്ച്ഒയും സംഘവുമാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ജീപ്പിലാണ് എത്തിയത്. പോലീസ് ജീപ്പിലെത്തി അവർ ഈ പരിശോധന അന്വേഷണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരിട്ട് ഈ വീട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലും ഇദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നേരിട്ടുള്ള ഒരു പരിശോധന അങ്കമാലി പോലീസ് നടത്തുന്നത്. എന്തായാലും അതിരമ്പുഴയിലുള്ള വീട്ടിലേക്ക് എത്തി അവിടെയുള്ള ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തതിന് ശേഷം സമീപത്തുള്ള ആളുകളോടും കൂടി വിശദ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.